السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, ആർഎസ്സിയുടെ കർമ്മധീരരായ പ്രവർത്തകരെ, പ്രിയ കൂട്ടുകാരെ, ഇന്ന് പ്രവാസി സാഹിത്യോത്സവിന്റെ ഈ വർണ്ണാഭമായ വേദിയിൽ സാമൂഹിക തിന്മകൾക്കെതിരായ വിദ്യാർത്ഥി പ്രതിരോധം എങ്ങനെ സാധ്യമാകും എന്ന ഏറെ പ്രാധാന്യമുള്ള വിഷയത്തിൽ ഞാൻ നിങ്ങളോട് ഏതാനും ചില കാര്യങ്ങൾ സംവദിക്കാൻ ആഗ്രഹിക്കുന്നു. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, ആമീൻ. ലോകത്തിലെ ഏറ്റവും ശക്തമായ വാക്കുകളിൽ ഒന്ന് വിദ്യാർത്ഥി എന്നത് തന്നെയാണ്. ആലോചനയുള്ള വിദ്യാർത്ഥി പക്ഷം നിർമ്മിച്ച സമരങ്ങളുടെ ചിലവിലാണ് ലോകത്ത് വിപ്ലവങ്ങൾ ജയിക്കാൻ പല ജനതകൾക്കുമായത്. APJ അബ്ദുൽ കലാം എന്ന ബഹുമാന്യനായ നമ്മുടെ മുൻ രാഷ്ട്രപതിയെ ഈ അവസരത്തിൽ ഓർത്തു പോവുകയാണ്. അദ്ദേഹത്തിന്റെ മുഴുവൻ ജീവിതവും വിദ്യാർത്ഥികളോട് മനോഹരമായി സംവദിക്കുന്നുണ്ട്. പഠിക്കുന്ന മനുഷ്യനാണ് രാജ്യത്തിന്റെ ഭാവി എന്ന് അദ്ദേഹം അനേകം വേദികളിൽ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. കൊണ്ടുപോകലെ ചോരന്മാർ കൊടുക്കും തോറും ഏറിടും, മേന്മ നൽകും മരിച്ചാലും വിദ്യാർത്ഥി തന്നെ മഹാധനം എന്ന ഉള്ളൂർ വരികളും സമൂഹത്തിലെ വിദ്യാർത്ഥികളുടെ പ്രാധാന്യത്തെ ഉയർത്തിക്കാട്ടുന്നവയാണ്. ഈ ആമുഖം വിദ്യാർത്ഥിത്വം വലിയ ഉത്തരവാദിത്വം കൂടിയാണെന്ന് സൂചിപ്പിക്കാനാണ് വിശദീകരിച്ചത്. പഠിച്ചത് ജീവിതത്തിൽ പുലരുമ്പോഴാണ് ഒരു വിദ്യാർത്ഥിയുടെ ദൗത്യം പൂർണ്ണമാകുന്നത്. തന്റെ ചുറ്റുപാടുകളിൽ നിറയുന്ന തിന്മകൾ കണ്ടില്ലെന്ന് നടിക്കാനോ കൂട്ടുകാരെയും സമൂഹത്തെയും അതിൽ നിന്ന് മാറ്റി നിർത്താതെ സ്വന്തം കാര്യം മാത്രം നോക്കി മുന്നോട്ട് പോകാനോ ശ്രമിക്കുന്നത് ഭൂഷണമല്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, വൽതകും മിൻകും ഉമ്മത്തു യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകരി വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. നന്മയിലേക്ക് വിളിക്കുകയും തിന്മയിൽ നിന്ന് വിലക്കുകയും ചെയ്യുന്ന ഒരു സംഘം നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. തെറ്റുകൾ കണ്ടിട്ടും മൗനം പാലിക്കുന്നതല്ല, മറിച്ച് സ്നേഹത്തോടെയും ജ്ഞാനത്തോടെയും ശരിയായ വഴി കാണിച്ചു കൊടുക്കലാണ് യഥാർത്ഥ ദഅവത്ത്. അത് ചെയ്യുന്നവരാണ് അല്ലാഹുവിന്റെ ദൃഷ്ടിയിൽ യഥാർത്ഥ വിജയികൾ എന്നീ ആയത്ത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വിദ്യാർത്ഥി എന്ന നിലയിൽ അത് എങ്ങനെ സാധ്യമാകും എന്ന ചോദ്യം ഉയർന്നു വന്നേക്കാം. പ്രിയ കൂട്ടുകാരെ, പറഞ്ഞു തരാം. ഒന്നാമതായി താൻ പഠിച്ച അറിവിനെ ഉപയോഗിക്കാം. ഒരു ഉദാഹരണം പറയട്ടെ. ഇന്ന് സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ തിന്മകളിൽ ഒന്നാണ് ലഹരി ഉപയോഗം. അത് തടയാനായി ഓരോ വിദ്യാർത്ഥിയും മുന്നോട്ട് വരേണ്ടതുണ്ട്. തന്റെ കുടുംബത്തിലോ കൂട്ടുകാരിലോ ലഹരി ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അവരെ കണ്ടെത്തി അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഓരോ വിദ്യാർത്ഥിക്കും കഴിയണം. ഇനി അതിന് കഴിയുന്നില്ലെങ്കിൽ അതിന് സാധ്യമാകുന്നിടത്തേക്ക് അവരെ എത്തിക്കാനെങ്കിലും നാം ശ്രമിക്കണം. അങ്ങനെ ഈ സാഹചര്യങ്ങളിൽ നാം അറിവിനെ കൃത്യമായി ഉപയോഗിക്കണം. മോഷണം, കവർച്ച, കൊലപാതകം, അക്രമം, വഞ്ചന, തട്ടിപ്പ്, അഴിമതി, സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ, എന്തിനേറെ പറയുന്നു ഇപ്പോൾ ചർച്ചാ വിഷയമായ സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗം, അങ്ങനെ എത്ര തിന്മകൾ. ഇത്തരം സാമൂഹിക തിന്മകൾക്കെതിരെ ഒരു തൂലിക തയ്യാറാക്കാൻ നമുക്ക് കഴിയണം. പറയുകയും എഴുതുകയും സംസാരിക്കുകയും വേണം. من رأى منكم منكرا فليغيره بيده فإن لم يستطع فبلسانه فإن لم يستطع فبقلبه وذلك ضعف الإيمان. നമ്മിൽ ആരെങ്കിലും ഒരു തെറ്റായ പ്രവൃത്തി കണ്ടാൽ അവയെ കൈയാൽ തടയണം. അതിനും കഴിയുന്നില്ലെങ്കിൽ നാവ് കൊണ്ട് തടയണം. അതിനും കഴിയുന്നില്ലെങ്കിൽ ഹൃദയം കൊണ്ട് അതിനെ എതിർക്കുകയെങ്കിലും വേണം. ഇത് വെറും വാക്കുകളല്ല, മറിച്ച് നമ്മുടെ പ്രിയ നേതാവ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ്. അതിനുള്ള ചുവടുവെപ്പാണ് ഈ വേദി പോലും. തിന്മകൾ അസ്തമിക്കാനും നന്മയുടെ ഒരു പുതിയ പുലരി വിടരാനും നമുക്ക് വിദ്യാർത്ഥി ജീവിതത്തിന്റെ ഏടുകൾ ഉപയോഗിക്കാം. ഇവിടെ ജീവിച്ചിരുന്നു എന്നതിന്റെ ഒരു തൂവലെങ്കിലും ബാക്കിയാക്കാം. വാക്കുകൾ ചുരുക്കുന്നു. നാഥൻ തുണക്കട്ടെ. ആമീൻ. വഅഹ്ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Judges, please note.